പവിത്രേട്ടാ, നമ്മള് സാധാരണ ഈ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണല്ലോ സാധാരണ നമ്മൾ നടത്താറുള്ളത്. ഇന്ന് ഇത്തിരി വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നോക്കൂ, ആരാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്നത്? പൊറ്റക്കാട് നമ്മുടെ പുറകിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നിൽക്കുന്നത് കിഡ്സൺ കോർണർ എന്ന് കൊണ്ട് അറിയപ്പെടുന്ന ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ അടുത്ത കാലത്തായി ഇവിടെ കുറെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വാഹന ഗതാഗതമൊക്കെ ഒഴിവാക്കി ആളുകൾക്ക് വന്നിരിക്കാനും വൈകുന്നേരങ്ങളിൽ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഇവിടുത്തെ ചുമരുകളിലൊക്കെ സാഹിത്യ കൃതികളിലെ ചിത്രങ്ങൾ, ഇവിടെ ഒരു ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് തെരുവിന്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെരുവിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒന്ന് ഇതിലൂടെ ഒന്ന് നടന്നാൽ കുറെ കൂടി കാര്യങ്ങൾ ആളുകൾക്ക് നമുക്ക് പറയാൻ കഴിയും തോന്നുന്നു. ഈ തെരുവിന്റെ ഓരത്തുകൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ തെരുവ് നമുക്ക് കാണാം, ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള തെരുവ്. LICയുടെ കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് ഇന്നിപ്പം പ്രധാനമായും ഒട്ടേറെ സാഹിത്യ കൃതികളിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ചുമരാണ്, നീളത്തിലുള്ള ചുമരാണ് അല്ലേ, നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊരു ചത്വരം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെ. നമ്മള് ആളുകൾ സംസാരിക്കുന്ന, പലപ്പോഴും വൈകുന്നേരങ്ങൾ വന്നിരുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നേരെ നമ്മൾ ഇതിന്റെ ഒരു ഈ ഭാഗം ഇപ്പോൾ നിൽക്കുന്ന നമ്മൾ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കടന്നാൽ നോക്കൂ, അവിടെ നമ്മുടെ വായനശാലയാണ്, സെൻട്രൽ ലൈബ്രറി, പഴയ സെൻട്രൽ ലൈബ്രറി എന്ന കെട്ടിടം ഇപ്പോൾ വലിയ സെൻട്രൽ ലൈബ്രറി കെട്ടിടം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ആ കെട്ടിടത്തിന് സമീപത്തുള്ള ഒരു ഭൂമി ഇപ്പോൾ കിടക്കുന്ന ഒരു കിടപ്പുണ്ട്. ആ കിടപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്താണ് ഇതിനെക്കുറിച്ച് ഈ ആശയം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്, ഇങ്ങനെയൊരു ടോക്ക് നമുക്ക് നടത്തണം എന്ന ഒരു ആശയം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് പവിത്രേട്ടനാണ്. പവിത്രേട്ടൻ ഒരു ദിവസം എന്നെ വിളിക്കുന്നു, വിനോദെ, നമുക്ക് ഇങ്ങനെയൊരു കാര്യത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട കോഴിക്കോട്ടെ സാഹിത്യകാരന്മാരെ, MT ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരെ കണ്ട് ഈ കാര്യം സംസാരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പവിത്രേട്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ പവിത്രേട്ടൻ പറഞ്ഞു, കോഴിക്കോടിനെ സാഹിത്യ നഗരമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ വിനോദെ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ മിഠായിത്തെരുവാണ്, അല്ലെങ്കിൽ ഈ കിഡ്സൺ കോർണർ എന്നറിയപ്പെടുന്ന ഭാഗമാണ്. അതിപ്പോ കിടക്കുന്ന കിടപ്പ് കണ്ടോ, അതിനെ യഥാർത്ഥത്തിൽ അവിടെ നേരത്തെ ബിയർ കച്ചവടം നടത്തുന്ന ഒരു KTDCയുടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് ഇപ്പൊ ജീർണിച്ച് അത് പൊളിച്ചു മാറ്റി കഴിഞ്ഞു. അപ്പൊ ആ ഭാഗം കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാക്കി, ഒരു സാഹിത്യ കേന്ദ്രമാക്കി, അതുപോലെ തന്നെ കലാകാരന്മാരുടെ ഒറ്റയാൾ പ്രകടനങ്ങളുടെ അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച് പ്ലേ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗത്തൊക്കെ ഉള്ളതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണ്ടേ എന്നുള്ള ചോദ്യം പവിത്രേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആശയം പവിത്രേട്ടൻ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഈ ആശയം ഉണ്ടാവുന്നത് വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം വേണം. ഇപ്പൊ നമ്മള് ഓർത്തു നോക്കുക, ഈ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ സന്ദർശിച്ചു. അപ്പൊ അവിടെ ടൈം സ്ക്വയറിൽ ഒരു വലിയ പരിപാടി അദ്ദേഹം അറേഞ്ച് ചെയ്തു. അപ്പൊ അത് വലിയൊരു വാർത്തയായി വന്നിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ ടൈം സ്ക്വയറിനെ കുറിച്ച്, അമേരിക്കയിലെ ടൈം സ്ക്വയറിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ നമുക്ക് ഇടവന്നു. ടൈം സ്ക്വയറിനെ കുറിച്ച് അറിയുന്ന പലരുണ്ടാവും, ലോകത്തിൽ പല ഭാഗങ്ങളിലും അത്തരം പൊതു ഇടങ്ങളുണ്ട്. അപ്പൊ ടൈം സ്ക്വയറിൽ എന്താണ് നടക്കുന്നത്? അവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, എപ്പോഴും ജനം കൂടിച്ചേരുന്ന, അതുപോലെ തന്നെ അവരുടെ ആവിഷ്കാരങ്ങൾ, നാടകമായാലും ഒറ്റയാൾ പ്രകടനമായാലും, അതുപോലെ തന്നെ അവരുടെ പ്രഭാഷണമായാലും, അതുപോലെ തന്നെ ഓരോ സംഘങ്ങൾ സംഘടിപ്പിക്കുന്ന ചെറിയ ചെറിയ പരിപാടികളായാലൊക്കെ തന്നെ അതിനുവേണ്ടി സർക്കാർ തന്നെ നൽകിയിരിക്കുന്ന, ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. അത് എല്ലാ ജനാധിപത്യ സമൂഹത്തിലുണ്ടത്. ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന മനുഷ്യന്, അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിലേക്ക് വന്ന മനുഷ്യന് പൊതു ഇടങ്ങൾ ആവശ്യമാണ്. പഴയ കാലഘട്ടം പോലെയല്ല. ആ പൊതു ഇടങ്ങളിൽ പൊതു ആവിഷ്കാരങ്ങൾക്ക് ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരിക്കണം, പൗരന്മാർക്ക് സൗകര്യം ഉണ്ടായിരിക്കണം.
അത് ഒരു അവകാശമാണത്. കാരണം ഈ പൊതു ഇടം, സിവിൽ സൊസൈറ്റി ലോകവ്യാപകമായി രൂപപ്പെട്ടതോടുകൂടി കലയുടെയും അതുപോലെ തന്നെ സാഹിത്യത്തിന്റെയും ഒക്കെ ആവിഷ്കാരങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം വരികയാണ്. കോഴിക്കോട് നഗരമാണെങ്കിൽ ചരിത്ര പ്രസിദ്ധമാണെന്ന് നമ്മൾക്കറിയാം. ചരിത്ര പ്രസിദ്ധമാണെന്ന് മാത്രമല്ല, ഇവിടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും പിൽക്കാലത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അതുപോലുള്ള വലിയ മുന്നേറ്റങ്ങൾ നടന്നൊരു ഒരു നഗരമാണിത്. അതൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, സാഹിത്യത്തിന്റെയും കലയുടെയൊക്കെ തന്നെ വളരെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു നഗരമാണിത്. അതെ, പ്രത്യേകിച്ച് നാടകത്തിലൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന, നമ്മൾ സംസാരിക്കുന്നതിനപ്പുറത്തുള്ളത് PM താജ് റോഡാണ്. അതെ, PM താജ് റോഡ്. അത് നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് നമ്മൾക്കറിയാം. വലിയ നാടകകാരനായിരിക്കുന്ന KT-യുടെ ഒരു ബന്ധുവാണ് അദ്ദേഹം. അപ്പൊ അത് ഒക്കെ തന്നെ ഈ നഗരത്തിൽ ഇതിലൊക്കെ തന്നെ അവരുടെ രക്തവും മാംസവും സ്മൃതികളും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നഗരം എന്ന് പറയുന്നത്, ഈ നഗരത്തിന്റെ പൊതു സ്വഭാവം ഒരു സിവിൽ സൊസൈറ്റിയുടെ ഒരു പൊതു സ്വഭാവമാണ്. വളരെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട പൗരന്മാരുടെ പൗരത്വത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇവിടുത്തെ ഈ നഗരത്തിന്റെ സ്വഭാവം പല നഗരങ്ങളിലും കാണും പോലെ ജാതിയോ മതത്തിന്റെയോ ഒക്കെ സ്പിരിറ്റുകൾ നിറഞ്ഞതല്ല. അതിന്റെ അവബോധം നിറഞ്ഞതല്ല. വളരെ വലിയ സാഹിത്യ പ്രവർത്തനത്തിലൂടെ, കലാപ്രവർത്തനത്തിലൂടെ, അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ ഒക്കെ തന്നെ വളർന്ന് ഒരു വലിയ പൊതു സമൂഹം, ഒരു സിവിൽ സൊസൈറ്റി രൂപം കൊണ്ട സാംസ്കാരിക ഖനം പേറുന്നൊരു നഗരമാണ്. മാത്രമല്ല, നമ്മൾ സാഹിത്യത്തിന്റെ രംഗത്തേക്ക് കടക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ പുറകില് SK നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്, ഈ തെരുവിനെ നോക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മാച്ചുവിന്റെ സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബ്, അതുപോലെ തന്നെ എണ്ണപ്പാടത്തിന്റെ NP മുഹമ്മദ്, അങ്ങനെ തുടങ്ങി കോഴിക്കോടിന് എടുത്ത് പറയാം. വൈക്കത്തുകാരനാണെങ്കിലും കോഴിക്കോടുകാരനായിട്ട് ബേപ്പൂർ സുൽത്താനായിട്ടാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത്. കോഴിക്കോടായിട്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുന്നത്. സാഹിത്യത്തിന്റെ സ്മൃതികളിൽ അദ്ദേഹം അടയാളപ്പെടുന്നത്. ഈ തെരുവിലൊക്കെ യഥാർത്ഥത്തിൽ ആ സാഹിത്യകാരന്മാർ, അപ്പുറത്ത് മഹാരാജ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അതിന്റെ മുകൾ നിലയിൽ നമ്മൾ കയറി ചെന്നിട്ട് കാണാൻ കഴിയുന്നത് കാലത്തെ അവിടെ പിടിച്ച് കെട്ടിയിട്ടതുപോലുള്ള അനുഭവമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ അതിന്റെ കട പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അവിടെയൊക്കെ സാഹിത്യകാരന്മാർ അവരുടെ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കുന്ന, അവരുടെ സാഹിത്യ സല്ലാപങ്ങളിൽ ഏർപ്പെടുന്ന ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അവരുടെയൊക്കെ ശ്വാസം ഇപ്പോഴും ഈ തെരുവിൽ ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെ ജീവിച്ചിരിക്കുന്ന MD, അതുപോലെ മരിച്ചുപോയ SK പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, NP മുഹമ്മദ്, അങ്ങനെ സാഹിത്യകാരന്മാർ നടന്ന് പോയ അവരുടെ കൂട്ടായ്മയുടെ സ്ഥലം, അവര് ചർച്ച ചെയ്ത സ്ഥലമാണ്. അങ്ങനെ അവരുടെ സാഹിത്യത്തിന്റെ ഹൃദയം തുടിക്കുന്ന, അവരുടെ സൃഷ്ടികളുടെ ഹൃദയം തുടിച്ച് അതിന്റെ സൃഷ്ടി നടന്ന ഒരു നഗരമാണിത്. അങ്ങനെയുള്ള ഒരു പ്രദേശം യഥാർത്ഥത്തിൽ ഈ നേരത്തെ ഒരു ബിയർ പാർലർ ഉണ്ടായിരുന്നു. അത് KTDCയുടെ വക സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു ബിയർ പാർലർ ഉണ്ടായിരുന്നു. ആ സ്ഥലം ഇപ്പോൾ അവരുടെ കൈവശം തന്നെയാണ്. പക്ഷെ അത് അതിന് തന്നെയാണോ ഉപയോഗിക്കേണ്ടത് എന്നൊരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതേസമയം അത് ഈ തരത്തിൽ സാഹിത്യകാരന്മാരുടെ ഒരു താവളമാക്കി മാറ്റാനും കലാരംഗത്തെ ഒരു കേന്ദ്രമാക്കി മാറ്റാനും അവരുടെ ദൈനംദിന പെർഫോമൻസുകൾ ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന അങ്ങനെ ഒരു സ്ഥലമില്ലല്ലോ പുതിയ സമൂഹത്തിൽ. അത് കൊടുക്കണം, നഗരത്തിൽ അത് അത്യാവശ്യമാണ്. മാനവീയം വീതി പോലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലുമുണ്ട്. അതുപോലെ ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, ഒരു അവസ്ഥ ഇവിടെയുണ്ട്. മാത്രവുമല്ല, ഐക്യരാഷ്ട്ര സംഘടന സാഹിത്യ നഗരം എന്നുള്ള നിലയിലൊക്കെ കോഴിക്കോടിനെ അംഗീകരിച്ച ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊജക്ടുകൾ കടന്നു വരും. ആ പ്രൊജക്ടുകളിൽ ഒന്നാക്കി ഇതിനെ കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഈ KTDCയുമായി സംസാരിച്ച്, അത് സ്വകാര്യ വ്യക്തിയുടെ ഇടമാണെങ്കിൽ നമുക്കിങ്ങനെ പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആ ഭൂമി അവർക്ക് മറ്റൊരു ഇടം സർക്കാർ കണ്ടെത്തി കൊടുത്ത്, അതുപോലെ തന്നെ അവിടെ നേരത്തെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിന്റെ ഒക്കെ താഴത്തെ നിലയിലൊക്കെ, അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കുകയും ഈ ഭാഗം പൈതോട്ടൊപ്പം സൂചിപ്പിച്ചതുപോലെ സാഹിത്യകാരന്മാരുടെ, കലാകാരന്മാരുടെ സ്പന്ദനം തുടിച്ചു നിൽക്കുന്ന അവരുടെയൊക്കെ ഓർമ്മകൾ ഏറ്റുവാങ്ങി ഇപ്പോഴും ചടുലമായി ആ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെയൊക്കെ മനസ്സിലേക്ക് കൂടി കുളിർമയുള്ള ഒരു വാർത്തയായിരിക്കും ഈ ഒരു പ്ലേസ് ഇങ്ങനെ ഒരു സ്ക്വയറാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ ഈ പറയുന്ന അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ഓൾറെഡി ഇതൊരു ചത്തുരമാണ്.
അതുകൊണ്ട് ഈ നഗരത്തിൽ ഒരു ചത്തൊരു ആവശ്യമാണ്. ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആവിഷ്കാരങ്ങൾ നടത്തുക, പെർഫോമൻസ് നടത്തുക, ഇതിനൊക്കെ തന്നെ അവർക്ക് കൂടിച്ചേരുക, ചർച്ചകൾ നടത്തുക, അങ്ങനെ ഏറെക്കുറെ വിശാലമായ ഒരു സ്പേസ് ആവശ്യമാണ്. ഇപ്പൊ ഓൾറെഡി ആ ബിൽഡിംഗ് ഇടിച്ചതോടുകൂടി ആ സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ശരിക്കും ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകളുമായി ചർച്ച ചെയ്തപ്പോൾ അംഗീകരിക്കപ്പെട്ട ഒരു ആശയമാണിത്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ഉൾപ്പെടെ അമേരിക്കയിലും മറ്റു പല പരിഷ്കൃത രാജ്യങ്ങളിലും കാണുന്നത് പോലുള്ള ടൈം സ്ക്വയർ ഒക്കെ പോലെയുള്ള ഒരു സ്ക്വയറാക്കി മാറ്റുക, അത് ഒരു പബ്ലിക് ഇടമാക്കി, പൊതു ഇടമാക്കി, പൗരന്റെ ഇടമാക്കി, അതിലെ സാഹിത്യകാരന്മാരുടെയും അതുപോലെ തന്നെ കലാകാരന്മാരുടെയും ആവിഷ്കാരത്തിനുള്ള ഒരു ഇടമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതോടുകൂടി യഥാർത്ഥത്തിൽ ഇതില് ഈ സാമ്പത്തിക ശാസ്ത്രപരമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാഴ്ചപ്പാടിലൂടെ പരിശോധിച്ചാലും അത് വളരെ ഗുണകരമാണ്. ഇവിടെ ഉണ്ടാകുന്ന കൂട്ടായ്മ, ഇത് SM സ്ട്രീറ്റിന്റെ മുഖമാണിത്. ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ SM സ്ട്രീറ്റിന്റെ വാഹനത്തിനൊന്നും പ്രവേശനമില്ല. ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്ന രാപ്പകലില്ലാതെ ഒഴുകി രാത്രി വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. അത് മാത്രമല്ല ചില പ്രത്യേക പിന്നെ ഈ നോമ്പ് അതുപോലെ തന്നെ പെരുന്നാൾ പോലത്തുള്ള സീസണിൽ പൂട്ടാതെ ഉറങ്ങാതെ, ഓണം പോലത്തെ ഉറങ്ങാതെ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു നഗരം, ഒരു സ്ട്രീറ്റാണിത്. അതിന്റെ മുഖത്ത് പ്രവേശന കവാടാണിത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ടൈം സ്ക്വയർ പോലത്തെ ജനങ്ങളുടെ ആവിഷ്കാരം നടത്താനും കൂട്ടായ്മക്കുള്ളത് ഒരു ഇടമായി മാറ്റുമ്പോൾ വമ്പിച്ച രീതിയിൽ ബിസിനസ് ഒക്കെ ഫ്ലറിഷ് ചെയ്യാണ് ചെയ്യുക, കച്ചവടമൊക്കെ തന്നെ ഫ്ലറിഷ് ചെയ്യാണ്. അതിന് കിട്ടുന്ന പ്രശസ്തി, അതുപോലെ തന്നെ ഈ നഗരത്തിന്റെ പ്രശസ്തി ആഗോളവ്യാപകമായി ഉയരും എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഇത് കൺക്ലൂഡ് ചെയ്യാം അല്ലെ? നമുക്ക് എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ആശയം ഇവിടെ മുന്നോട്ട് വെച്ചത് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പുറത്ത് ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുക, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിൽ, കോഴിക്കോടിന്റെ അതിന്റെ ഒരു വൈബ് തന്നെ മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമായിട്ട് ഒരുപക്ഷെ അത് മാറിയേക്കാം. ഇവിടുത്തെ സാഹിത്യകാരന്മാർക്കാണെങ്കിലും കലാകാരന്മാർക്കാണെങ്കിലും മറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ വലിയ തോതിൽ സ്വീകാര്യമാകുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രൊജക്റ്റായിരിക്കും അത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രൊജക്ട് നടപ്പാക്കിയാൽ അത് അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ വളരെ മനോഹരമായി ഇടം പിടിക്കുന്ന ഒന്നാവും. പ്രത്യേകിച്ചും സാഹിത്യ നഗരമായ ആയി മാറിയ അതിന്റെ ഒരു അംഗീകാരം കോഴിക്കോടിനെ തേടി വന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനുള്ള ശ്രമം കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വീഡിയോ കോഴിക്കോട്ടെ ജനങ്ങൾക്ക് സമർപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു.